ഇന്ന് നമ്മൾ ജോർജിയയിലുള്ള ടിബിലിസിയിലുള്ള ഏറ്റവും ഫീസ് കുറഞ്ഞ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്. അതായത് ഇന്റർനാഷണൽ ബ്ലാക്ക് സീ യൂണിവേഴ്സിറ്റി. ഇന്ന് നമ്മുടെ എക്സ്പ്ലോറിംഗ് മെഡിക്കൽ യൂണി ജോർജിയയുടെ 15ാമത്തെ ദിവസമാണ്. എന്താണ് എക്സ്പ്ലോറിംഗ് യൂണി എന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. നമുക്ക് ഇന്ന് മുതൽ ജോർജിയയിലുള്ള ഓരോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്കും പോയി അവിടെയുള്ള യൂണിവേഴ്സിറ്റി ഇൻഫ്രാസ്ട്രക്ചറും എഡ്യൂക്കേഷൻ ക്വാളിറ്റിയും സ്റ്റുഡന്റ് ലൈഫും അതുപോലെ തന്നെ അവിടെയുള്ള ക്ലിനിക്കൽ ഫെസിലിറ്റീസും അതുപോലെ തന്നെ കുട്ടികളുടെ ഫുഡ് അക്കോമഡേഷൻ ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും 1 by 1 ആയി നേരിട്ട് കാണുകയും അവിടെയുള്ള കുട്ടികളോടും ടീച്ചേഴ്സിനോടും അവിടെയുള്ള നേറ്റീവ്സിനോടും യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസേഴ്സിനോടും മാനേജ്മെന്റിനോടൊക്കെ സംസാരിച്ച് ജോർജിയയിലുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും. അങ്ങനെ ഞാൻ ബ്ലാക്ക് സീ യൂണിവേഴ്സിറ്റീൻ്റെ മുന്നിലെത്തി. അപ്പോൾ ഇതാണ് ബ്ലാക്ക് സീ യൂണിവേഴ്സിറ്റി, ഇൻ്റർനാഷണൽ ബ്ലാക്ക് സീ യൂണിവേഴ്സിറ്റി. ബ്ലാക്ക് സീ യൂണിവേഴ്സിറ്റിയിൽ മെഡിസിൻ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ഒരു ചുറ്റുമതിൽ കെട്ടിയിട്ട് അതിൽ മുന്നിൽ തന്നെ വലിയൊരു സെക്യൂരിറ്റി ഗേറ്റ് ഉണ്ട്. ഈ സെക്യൂരിറ്റി ഗേറ്റ് കടന്നാൽ മാത്രം നമുക്ക് യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ജോർജിയയിൽ ഇതുപോലെ വലിയ കോമ്പൗണ്ടർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ കുറവാണ്. സിയും TSMUം IBSUം പോലുള്ള യൂണിവേഴ്സിറ്റികളാണ് ഉള്ളത്. ഈ യൂണിവേഴ്സിറ്റിക്ക് നല്ല പഴക്കമുണ്ടെങ്കിലും ഇവിടെ 2024 മാത്രമാണ് മെഡിസിൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. എന്നാലും ECFMG പോലുള്ള അക്രഡിറ്റേഷൻസ് അവർ വളരെ പെട്ടെന്ന് എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് സീ യൂണിവേഴ്സിറ്റിയുടെയും കൗക്കസസ് യൂണിവേഴ്സിറ്റിയുടെയും മാനേജ്മെന്റ് ഒന്നാണ്. അതായത് കൗക്കസസ് യൂണിവേഴ്സിറ്റിയിൽ മെഡിസിൻ കോഴ്സ് റൺ ചെയ്ത എക്സ്പീരിയൻസ് അവർക്ക് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ ECFMG പോലുള്ള അക്രഡിറ്റേഷൻസ് എടുക്കാനുള്ള പ്രൊസീജിയർ അവർക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. അത് മാത്രമല്ല കൗക്കസസ് യൂണിവേഴ്സിറ്റിയിലെ പല സ്റ്റാഫുകളും ബ്ലാക്ക് സീ യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ യൂട്യൂബിലുള്ള വ്ളോഗിലൊക്കെ ആയിട്ട് കാണുന്നുണ്ടാവും. അതായത് മലയാളി സ്റ്റുഡൻസ് അബ്രോഡ് പഠിക്കുന്ന 7ഓളം രാജ്യങ്ങളിലെ 50ഓളം യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ നേരിട്ട് പോയിട്ട് ആ യൂണിവേഴ്സിറ്റികളുടെ ഇൻഫ്രാസ്ട്രക്ചറും അവിടെയുള്ള ഫെസിലിറ്റീസും ലാബ്സും അവിടെ കുട്ടികൾ നിൽക്കുന്ന അപ്പാർട്ട്മെന്റ്സും ഹോസ്റ്റലും ആ സിറ്റിയും ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനോടും അവിടെയുള്ള നേറ്റീവ്സിനോടും യൂണിവേഴ്സിറ്റി റെപ്രസെന്റേറ്റീവ്സിനോടും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അബ്രോഡ് MBBS പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനും അതല്ലെങ്കിൽ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും എന്നോട് നേരിട്ട് സംസാരിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഫ്രീ ടൈം ഞാൻ ഡിസ്ക്രിപ്ഷനിലുള്ള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ടൈം ബുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് അബ്രോഡ് MBBS പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഏതാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. യൂണിവേഴ്സിറ്റി കയറി നോക്കട്ടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് മരങ്ങളും മരങ്ങൾക്കിടയിൽ കുട്ടികൾക്ക് വന്ന് ഇരിക്കാനും പഠിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ സീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റിൻ്റെ ക്യാമ്പസ് ശരിക്കും കാണാൻ അടിപൊളിയാണ്. കാരണം ഒരു ടർഫും ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഉള്ളിൽ തന്നെ കഫ്റ്റീരിയൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇവിടെ പുറത്തൊരു കഫ്റ്റീരിയ ഉണ്ട്. സെപ്റ്റംബർ മുതൽ പുതിയൊരു കഫ്റ്റീരിയ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ് ഇവിടെയുള്ള സ്റ്റാഫൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇവരുടെ കഫ്റ്റീരിയ. അപ്പോൾ ഇവിടെ ജോർജിയൻസ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ജോർജിയൻ ഫുഡുകൾ തന്നെയാണ് ഉള്ളത്. കണ്ടില്ലേ, ഇവിടെ കച്ചാപ്പൂരി പിന്നെ അതുപോലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ സാൻഡ്വിച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എല്ലാം ഉള്ളത്. ഞാനൊന്ന് കഫ്റ്റീരിയയിലേക്ക് പോയി നോക്കി. അവിടെ ഒരുപാട് ജോർജിയൻ സ്റ്റുഡൻസ് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. കഫ്റ്റീരിയ ശരിക്ക് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കഫ്റ്റീരിയാണ് സിയുൻ്റെ ഒക്കെ പോലെ തന്നെ. ഞാൻ ആ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ മെഡിസിൻ കോഴ്സിൽ ഒഫീഷ്യലി ഇന്ത്യൻ സ്റ്റുഡൻസോ ഇന്റർനാഷണൽ സ്റ്റുഡൻസോ ഒന്നും എൻറോൾ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു വർഷം കുറച്ച് കുട്ടികൾ അവിടെ മെഡിസിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റുഡൻസിന് ഫീസ് അവിടെ വളരെ കുറവാണ്. ഞാൻ അങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ബ്ലോക്കിന്റെ ഉള്ളിലേക്ക് കയറിയപ്പം ആദ്യം തന്നെ നമ്മൾ വലിയൊരു ലോബിയാണ് കാണുന്നത്. അതിന്റെ തൊട്ടടുത്ത് ചെറിയൊരു സെക്യൂരിറ്റി ക്യാബിൻ ഉണ്ട്. ഞാൻ ഫസ്റ്റ് അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലേക്കാണ് പോയത്. അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൽ ഒരുപാട് ജോർജിയൻ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ മെഡിക്കൽ ബ്ലോക്കിലുള്ള ഒരു ക്ലാസ് റൂമിലേക്ക് പോയി. ഞാൻ പോകുന്ന സമയത്ത് അവിടെ ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു. എന്നാലും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ പെർമിഷൻ തന്നു. ഞാൻ കയറിയ ക്ലാസ് ശരിക്കും മെഡിസിൻ്റെ ക്ലാസ് ആയിരുന്നില്ല, മാനേജ്മെൻറ്റ് ക്ലാസ് ആയിരുന്നു. പക്ഷേ ക്ലാസ്സുകളെല്ലാം ഒരുപോലെ തന്നെയാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ ആ മെഡിസിൻ ബ്ലോക്കിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വന്നു. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ലോബിയും സെക്യൂരിറ്റി ക്യാബിനൊക്കെ ഉണ്ടായിരുന്നു. ഇത് ലെക്ചേഴ്സ് നടക്കുന്ന ബിൽഡിംഗ് ആണ്. നമ്മൾ നേരത്തെ കയറിയത് അതായത് എൻട്രൻസിലുണ്ടായിരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് ആണ്. അപ്പം ബിൽഡിംഗ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. പല ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ളതാണ്. നമ്മൾ കൗക്കസസ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലൊക്കെ കണ്ട പോലെ തന്നെയാണ്. അതുപോലെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ താഴത്തെ ഫ്ലോറിൽ അതായത് അണ്ടർഗ്രൗണ്ടിൽ അവർ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഹാൻഡ് ഫുട്ബോൾ, ടേബിൾ ടെന്നീസ്, സ്നൂക്കർ ഇതുപോലെ കുറച്ച് ഗെയിമുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ജോർജിയൻ സ്റ്റുഡൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അതും കണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലെ ക്ലിനിക്കൽ സ്കിൽസ് റൂമിലേക്ക് പോയി. സംഭവം എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ക്ലാസ് റൂമിൽ കുറച്ച് മാൻകിൻസ് കൊണ്ടുവച്ച പോലെയാണ്. അപ്പോൾ ഇതാണ് അവരുടെ ക്ലിനിക്കൽ സ്കിൽ ലബോറട്ടറി. മാൻകിൻസും കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കിയേക്കാണ്. അപ്പോൾ സിലിക്കൺ ബോഡിയാണ്. അപ്പോൾ പേഷ്യൻ്റ് കെയറിന് വേണ്ടിയിട്ടുള്ള അതേപോലെ തന്നെ ഫസ്റ്റ് എയ്ഡിന് വേണ്ടിയിട്ടുള്ള മാൻകിൻസുകളാണ്. ജസ്റ്റ് അവർ റെഡിയാക്കി വെച്ച CPRന് വേണ്ടിയിട്ടുള്ളതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വരുന്ന സമയത്ത് ക്ലിനിക്സ് അവരുടെ ഒരു ക്ലിനിക്കുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലിനിക്കിൻ്റെ ബേസിലായിരിക്കും ആ ക്ലിനിക്സിലായിരിക്കും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് എന്ത് ചെയ്യാണ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാണ്. കത്തീഡ്രൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്.
എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അവിടുന്ന് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് ഫ്ലോറിലുള്ള കോൺഫറൻസ് റൂമിലേക്ക് പോയി. ആ ഒരു കോൺഫറൻസ് റൂം അത്യാവശ്യം വലുതായിരുന്നു. എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ള ഒരു കോൺഫറൻസ് റൂമാണത്. ഈ കോൺഫറൻസ് റൂമിലാണ് യൂണിവേഴ്സിറ്റിയുടെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസും നടക്കാറുള്ളത്. അവിടുന്ന് ഞങ്ങൾ നേരെ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിലേക്ക് പോയി. ഞാൻ പോകുന്ന സമയത്ത് അവിടെ ഭൂരിഭാഗവും മറ്റു കോഴ്സുകളുടെ ബുക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. മെഡിസിൻ്റെ കുറച്ച് ബുക്കുകളൊക്കെ അവിടെ ഉണ്ട്, ബാക്കിയുള്ളത് അവർ കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. ഇവിടെ മെഡിസിൻസിൻ്റെ മാത്രമല്ല എല്ലാ ബുക്സുകളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഈ ബുക്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്കാനറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. യൂണിവേഴ്സിറ്റിയുടെ ഒരു സൈഡിൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. ഇപ്പോൾ ബ്രൗസ് ചെയ്യേണ്ടവർക്കും കമ്പ്യൂട്ടർ യൂസ് ചെയ്യേണ്ടവർക്കൊക്കെ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ കാണാനുള്ളത്. അപ്പം പുതിയ യൂണിവേഴ്സിറ്റികൾ ആവുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഫാസ്റ്റായിട്ട് നടക്കും എന്നുള്ളത് അതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. ഞാനിവിടെ വിസിറ്റ് ചെയ്യുന്ന ഈ സമയത്ത് ഇവിടെ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ എണ്ണം ഭയങ്കര കുറവാണ്. കുറച്ച് മലയാളി സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറഞ്ഞ ഫീസ് നോക്കുന്ന ആളുകൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി നല്ലതാണ്. അങ്ങനെ അതും കണ്ട് ഞാൻ ആ ഒരു ക്യാമ്പസിലുള്ള ഫുട്ബോൾ ഗ്രൗണ്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു ടർഫ് ആണെങ്കിലും ആ ടർഫ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കുട്ടികൾ സാധാരണ കളിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ബ്ലാക്ക് സീ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് കാണാനുള്ളത് മെഡിസിൻ്റെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഈ ഒരു യൂണിവേഴ്സിറ്റിൻ്റെ ഫീസ് എന്ന് പറയുന്നത് $4,900 മാത്രമാണ് ഒരു വർഷത്തേക്ക്. ഫുഡും അക്കോമഡേഷനൊക്കെ സാധാരണ ടിബിലിസിയിൽ കുട്ടികൾ പ്രൈവറ്റ് ഹോസ്റ്റലിലോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലോ ആണ് നിൽക്കാറുള്ളത്. ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഓൾമോസ്റ്റ് $300 4 ഷെയറിംഗ് റൂമുകൾക്ക് ഉണ്ടാവാറുള്ളത്. 2 ഷെയറിംഗ് റൂമുകൾ അങ്ങനെ കൊടുക്കുന്ന ഹോസ്റ്റലുകളും ഉണ്ട്. ഇനിയിപ്പോൾ അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അപ്പാർട്ട്മെൻറ്റിൽ പെർ പേഴ്സണ് $150 to $200 ഉണ്ടാവാറുള്ളത്. 1 BHK അപ്പാർട്ട്മെൻറ്റുകളും 2 BHK അപ്പാർട്ട്മെൻറ്റുകളൊക്കെ കുട്ടികൾ എടുക്കാറുണ്ട്. ഫുഡ് സാധാരണ കുട്ടികൾ സെൽഫ് കുക്കിങ്ങോ അല്ലെങ്കിൽ പുറത്തുള്ള ടിബിലിസിയുള്ള മലയാളി ഹോട്ടലുകളുടെ അവിടുന്ന് മെസ്സ് എടുക്കുകയാണ് ചെയ്യാറുള്ളത്. മെസ്സ് എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് $100 to $120 വരെയാണ് വരാറുള്ളത്. സെൽഫ് കുക്കിംഗ് ആണെങ്കിൽ അതിലും കുറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്റർനാഷണൽ ബ്ലാക്ക് സീ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് അറിയാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കാൻ പറ്റും. അതെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി.